ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ബിയോണ്ട് ബോർഡേഴ്സ്. ഒറ്റ ദിവസം കൊണ്ട് സാൾസ്ബർഗിൽ ഏതൊക്കെ ഭാഗം കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് സാൾസ്ബർഗിലാണ്. ഓസ്ട്രിയയിലെ തന്നെ 4ാമത്തെ വലിയ സിറ്റിയാണ് സാൾസ്ബർഗ്. സാൾസ്ബർഗിൻ്റെ ക്യാപിറ്റലിൻ്റെ പേരും സാൾസ്ബർഗ് തന്നെയാണ്. ഇവിടുത്തെ 1-2 മെയിൻ അട്രാക്ഷൻസ് ആണ് അവിടുത്തെ മൗണ്ടനും സാൾസ റിവറും, പിന്നെ അതുപോലെ തന്നെ ഹോഹൻ സാൾസ്ബർഗ് ഫോർട്രസും, പിന്നെ മിറബിൾ ഗാർഡനും. ആദ്യം നമ്മൾ പോകുന്നത് മിറബിൾ ഗാർഡനിലേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാട്ട് അറിയായിരിക്കും, ഏതാന്നല്ലേ? ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, കരളിൽ തഴുകും പ്രണയ കനവായി നീ ദേവി. ആ പൂക്കാലം തന്നിട്ടുള്ള ഗാർഡനാണ് ഈ കാണുന്നത്. പേര് മിറബിൾ ഗാർഡൻ. കൊള്ളാം, ഒരു മനോഹരമായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. പക്ഷേ ഇത് ബാക്ക് സൈഡാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തിൽ കൂടെ വരേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ ഇറങ്ങി ഇതിൽ കൂടെ വന്നപ്പോൾ ഇതിൽ കൂടെ വന്നു എന്നുള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തീഡ്രലിൻ്റെയും കാസിലിൻ്റെ ഒക്കെ ഒരു അടിപൊളി വ്യൂ കാണാം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2 യൂണിക്കോണൊക്കെ ഉണ്ട് അപ്പുറത്തും ഗേറ്റിൻ്റെ കാവലാളായിട്ട്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോഴ്സിൻ്റെ സ്കൾച്ചർ ഉണ്ട്. പുള്ളിക്ക് വെള്ളം മാർജാൻ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് കൂടി ആയപ്പോൾ ഗാർഡൻ്റെ ഭംഗി കുറച്ചുകൂടി കൂടി. ഇവിടെയുള്ള പാലസിൻ്റെ പേരാണ് മിറബിൾ പാലസ്. അതുകൊണ്ടാണ് ഇതിന് മിറബിൾ ഗാർഡൻ എന്ന് വിളിക്കുന്നത്. അത് വലിയൊരു ഗാർഡനാണ്. പിന്നെ ഇതുപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് തണലുള്ള ഒരു പാട്ട്, പിന്നെ ഫുള്ള് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് കുറേ ഒരു ഏരിയ. ഇത് ഓരോ സീസണിലും അവർ മാറ്റി വെക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോണേക്കാളും തൊട്ട് മുമ്പ് അവിടെ ടുലിപ്സ് ഫീൽഡായിരുന്നു. ഫുള്ള് ടുലിപ്സ് ഫ്ലവേഴ്സ് വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഫുള്ള് റോസും അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂക്കളും സമ്മറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പൂക്കളും അവിടെ കാണാം. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഫൗണ്ടൈനും ഉണ്ട് ഇവിടെ. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പാലസ് അല്ല, അത് കാസിലും കാണാം. അതുപോലെ തന്നെ വലിയൊരു കത്തീഡ്രലുണ്ട്, അതും കാണാം. ഇതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു മ്യൂസിക് യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. അവർ തന്നെ ഒരു പരിപാടിക്ക് ഇന്ന് നടക്കുന്ന കാരണം കൊണ്ട് അവിടെ ചെറിയൊരു പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു ബാൻഡൊക്കെ വന്നിട്ട് അവർ ആ ഒരു ഏരിയയിൽ നിന്നിട്ട് ഫുള്ള് പാട്ട്, മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ കണ്ടു നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും അത് കാണാൻ കൂടിയായിട്ട് വന്നായിരുന്നു. ഇന്ന് വന്നവർക്ക് അതിനൊരു ഭാഗ്യം കിട്ടി. ഗാർഡൻ്റെ അകത്ത് നമുക്ക് 4 സ്റ്റാച്യൂസ് കാണാൻ പറ്റും. 4 റെപ്രസെൻറ്റ് ചെയ്യുന്ന 4 എലമെൻസിനെയാണ്. ലൈക്ക് വാട്ടർ, എയർ, ഫയർ ആൻഡ് എർത്ത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഒട്ടാവിയോ മോസ്റ്റോ അറൗണ്ട് 1690. അപ്പോൾ 1687 ജോഹാൻ ഏൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസ് ആർച്ച് ബിഷപ്പ് ഇത് കമ്മീഷൻ ചെയ്തത്. പക്ഷേ യോഹാൻ ബെൻഹാർഡ് ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടെക്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തതും ഇതിൻ്റെ വർക്ക് മൊത്തം മാനേജ് ചെയ്തതും. നമ്മുടെ കുട്ടികളൊക്കെ ഫ്ലവർ ഷോ വെക്കണ പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ കാണാൻ എന്തെങ്കിലുമൊക്കെ വേണ്ട. അപ്പോൾ എല്ലാ സെറ്റപ്പും ഓരോ സമയത്ത് ചെയ്യും. അവരുടെ ഈ കാര്യത്തിന് എന്തായാലും സംഭവിച്ചേ പറ്റൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നതും അതിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതൊക്കെ വളരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം. അത്രയ്ക്കും സൂപ്പറാണ് അവരുടെ കാര്യങ്ങൾ. ഈ തല്ലുകൂടാൻ നിൽക്കുന്ന ചേട്ടന്മാരെ പോലത്തുള്ള 2 പ്രതിമയുള്ള സ്ഥലമാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ നമ്മളെ ഈ സിറ്റിയിലേക്ക് കിടക്കാണ്. സമ്മറായ കാരണം ഒരു ഇതെല്ലാ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഓപ്പണാണ്. അവരെല്ലാവരും പുറത്ത് ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ചിട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് പോകുന്നത് ആ കാണുന്ന പള്ളിയാണ്. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. നമ്മൾ മിറബിൾ ഗാർഡനിൽ ഇറങ്ങി നേരെ നടക്കുന്നത് ഈ പള്ളിയിലേക്കാണ്. അടിപൊളി പള്ളി കേട്ടോ. കൊള്ളാലോ, നമ്മൾ വരുന്നതൊക്കെ അറിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് സാൾസ്ബർഗിലെ ഹോളി ട്രിനിറ്റി ചർച്ച്. സോ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് പോയി നോക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ. പക്ഷേ ലോക്ക് ചെയ്തിട്ടേക്കാണ്, എന്തോ അറിയില്ല, അകത്ത് കിടക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇവിടെയൊക്കെ നിന്ന് ഇതൊക്കെ കണ്ട് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇവിടെ പോകുന്നു. കാരണം ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ കാണണ്ടേ. നല്ലൊരു അടിപൊളി പള്ളിയാണ്. ഉള്ളിൽ പോയി കിട്ടിയില്ല, അത് കാണാൻ പറ്റിയില്ല, അത് മിസ്സിങ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഭംഗിയുണ്ട്. നല്ലൊരു വാൾ പെയിൻറ്റും സെറ്റപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇവിടെ വേറൊരു അടിപൊളി സംഭവം കണ്ടത്. സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡോപ്ലർ എഫക്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ വ്യക്തിയാണിത്. ക്രിസ്ത്യൻ ഡോപ്ലറിൻ്റെ വീടാണിത്. ഒന്നും നോക്കിയില്ല, വേഗം അവിടെ നിന്ന് ഓടിപ്പോന്നു. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സാൾസ റിവറാണ്. 225 കിലോമീറ്റർ ഉണ്ട് ഈ ആൽപ്സിൽ നിന്ന് വരുന്ന ഈ റിവറിൻ്റെ നീളം. ഈ റിവറിൻ്റെ അപ്പുറത്താണ് നേരത്തെ പറഞ്ഞ കാസലൊക്കെ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് കിടക്കണമെങ്കിൽ അവിടെ ഒരു പാലൊക്കെ ഉണ്ട്. പാലാണെങ്കിൽ നല്ല ഭംഗി കാണാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച ആൾക്കാരും പോകുന്നുണ്ട്. മാത്രമല്ല ഇതിന് 2 കൈവരിയിലായിട്ട്
ഫുള്ള് ലോക്സ്. നമ്മൾ കൊളോണിലൊക്കെ ലവ് ലോക്സ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ട്. അത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നിറച്ച ആൾക്കാർ ഇത് ഫുള്ള് ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടിട്ട് നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. ആൽപ്സിൽ നിന്ന് വരണതായതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ വാട്ടറാണ്. ആൾക്കാരൊക്കെ അതിൻ്റെ തീരത്ത് ഇരുന്ന് വെയിലുകൊള്ളലും കളിക്കലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. എല്ലാം സൂപ്പറാണ് കേട്ടോ. ഏത് ടൂറിസ്റ്റ് ഏരിയയിലും മെയിൻ അട്രാക്ഷനാണ് സുവനീർ ഷോപ്പ്. അപ്പോൾ നമുക്കൊരു സോവനീർ ആണ് വാങ്ങിക്കാം. നമ്മൾ സോവനീർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരെണ്ണം വാങ്ങിച്ചു. അതാണ് ഈ സംഭവം. ഇതാണ് ഓൾഡ് റാത്ത് അല്ലേ? അപ്പോൾ ഗായ്സ്, ഇതാണ് സാൽസ്ബർഗിൻ്റെ ഓൾഡ് റാത്ത് ഹൗസ്. സോ ഈ ചില്ലിൻകൂട്ടിൽ കാണുന്ന ഈ ഡ്രസ്സാണ് ഇവരുടെ ട്രഡീഷണൽ വെയേഴ്സ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒരു കുട്ടി ട്രൗസറും ഒരു കോട്ടൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമാണ്. സാൾസ്ബർഗ് യൂണിവേഴ്സിറ്റി ആയ പ്ലസിൻ്റെ, ജർമ്മനിൽ പ്ലസ് എന്നും ഇംഗ്ലീഷിൽ പ്ലസ് എന്നും പറയും. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് ഒരു ഫ്രാൻസിസ്കൻ ചർച്ചിലേക്കാണ്. ഇത് റോമൻ കാത്തലിക് ചർച്ചാണ്. ദ റോമൻ കാത്തലിക് ചർച്ച് ഓഫ് അവർ ലേഡി. മാതാവിൻ്റെ നാമത്തിലാണ് ഈ പള്ളി ഇവിടെ ഉള്ളത്. 1592 ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ തീർന്നത്. ഒരുവിധം എല്ലാ പള്ളിയിലുള്ള പോലെ തന്നെ ഇവിടെയും ഇഷ്ടംപോലെ ക്രാഫ്റ്റ് വർക്കുകളും കുറേ സ്കൾപ്ചേഴ്സും രൂപങ്ങളൊക്കെ ഉണ്ട്. എല്ലാം മിഞ്ചരിച്ച പല രൂപങ്ങളും ഉണ്ട്. എടുത്ത് പറയേണ്ട സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്തോണിസ് പുണ്യാളൻ്റെ തിരുശേഷിപ്പുണ്ട്. അതാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യം കാണിച്ചിരുന്നില്ല സ്വപ്നക്കൂടിലെ പാട്ട്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇങ്ങനൊരു കുതിരപ്പുറത്താണ് പറഞ്ഞത്. ഇവിടെ ഷൂട്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയതിട്ടാ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ കുതിരസവാരി. ഇതിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ട്രാവൽ ചെയ്ത പോലെ ഒരു രാജകീയ പ്രൗഢിയോടൊക്കെ സ്ട്രീറ്റിലൂടെയൊക്കെ നമുക്ക് ഇരുന്ന് കാണാനൊക്കെ പറ്റും. നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരിക്കും അത്. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്ന അട്രാക്ഷൻ എന്ന് പറയുന്നത് സാൾസ്ബർഗ് കത്തീഡ്രലാണ്. ഈ കാണുന്നതാണ് സാൾസ്ബർഗ് കത്തീഡ്രൽ. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കത്തീഡ്രലിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും മുകളിൽ കർത്താവ്, അതിന് തൊട്ട് താഴെയായിട്ട് മോശയും എലിയായും, പിന്നെ തൊട്ട് താഴെയായിട്ട് 4 സുവിശേഷകർ. അങ്ങനെയൊക്കെയാണ് ഇതിലെ സ്റ്റാച്യൂസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് സ്ക്വയർ. ഇവിടെയാണ് ഒരുവിധം എല്ലാ പരിപാടികളും നടക്കുന്നത്. ഇതാ കാണുന്നതാണ് കാസിൻ്റെ. പക്ഷേ നമുക്ക് നാളെ പോവാം. വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് ഇവിടുത്തെ, ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റ് സ്ക്വയർ. ഇവിടുത്തെ എല്ലാ പരിപാടികളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു നല്ലൊരു ഏരിയ ഉണ്ട്. ഇവിടെ ചെന്ന ദിവസം ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വലിയൊരു ചെസ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കളിക്കാനൊക്കെ പറ്റിയൊരു സംഭവമാണ്. പിന്നെയുള്ള ഒരു അട്രാക്ഷനാണ് ഈ സംഭവം. പൊസൈഡൻ്റെ ഒരു സ്റ്റാച്ചു, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാച്ചു കണ്ടിട്ട് ഞങ്ങൾ ഈ വഴിക്കോടെ ഇങ്ങോട്ട് നടന്നു. ഈ വഴിക്കോടെ കുറച്ച് വീടുകളും കുറച്ച് ഫൗണ്ടൈൻ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു റിവർ പോകുന്നുണ്ട്. സാൾസാവിൻ്റെ ഒരു പോർഷൻ നമുക്ക് അവിടെ കാണാം. അതിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ആൽപ്സ് പർവ്വതം കാണാം. ആ കാണുന്നതാണ് ആൽപ്സ് പർവ്വതം. അതിൻ്റെ ഇപ്പുറത്ത് വലിയൊരു അടിപൊളി ബ്രിഡ്ജ് ഉണ്ട്, ഒരു മോഡേൺ സ്റ്റൈലൊരു ബ്രിഡ്ജ്. അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ കാണാം റിവറിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്ര മതിയാക്കി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നാളെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാസിലേക്കാണ്. അപ്പോൾ കാസിലുള്ള വിവരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും.
സോ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.